അരീക്കോട് 5 വർഷമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കാത്തതിൽ മനം നൊന്ത് യുവാവ് ജീവനൊടുക്കി. മുണ്ടംപറമ്പ് ആനക്കല്ലിങ്ങൽ ഓട്ടപ്പറമ്പ് പരേതനായ കുഞ്ഞിമുഹമ്മദിന്റെ മകൻ ഷൌഖത്ത് 32 മരിച്ചത്. കീഴ്ശേരിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് കാലാവധി തീർന്നതിനെ തുടർന്ന് 10 മാസമായി കൊണ്ടോട്ടി RTA ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും അനുമതി ലഭിച്ചില്ല. തുടർന്ന് സാമൂഹിക മാധ്യമത്തിൽ തന്റെ അനുഭവം പങ്കുവച്ചാണ് തനിക്കായി പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഷൌഖത്ത് തൂങ്ങി മരിച്ചത്. ഏജന്റില്ലാതെ നൽകിയ അപേക്ഷ കൊണ്ടോട്ടി RTA ഓഫീസിലെ ജീവനക്കാർ പല കാരണം പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. ഇത് കാരണം സർവീസ് നടത്താൻ കഴിയാതെ ഏറെ വിഷമത്തിലായിരുന്നു അദ്ദേഹം. ഓഫീസിലെ ജീവനക്കാർക്ക് കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ തന്റെ ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ് ലഭിക്കുന്നില്ലെന്ന് ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിവച്ചാണ് ജീവനൊടുക്കിയത്. സന്ദേശം കണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഇന്നലെ കാലത്തായിരുന്നു സംഭവം. വിവരമറിഞ്ഞ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തന്റെ അനുഭവം അരീക്കോട് പോലീസിനെയും വിളിച്ച് അറിയിച്ചാണ് ജീവനൊടുക്കിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം രാത്രിയോടെ മുണ്ടംപറമ്പ് പള്ളി ഖബർസ്ഥാനിൽ മയ്യത്ത് ഖബറടക്കി. പരേതയായ പാത്തുമ്മയാണ് മാതാവ്. അവിവാഹിതനാണ്. മോട്ടോർ വാഹനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കും പീഡനത്തിനുമെതിരെ യുവാവ് ജീവനൊടുക്കിയത് ഏറെ ചർച്ചയാകുന്നു. തനിക്കു ഉറ്റബന്ധുക്കൾ ആരുമില്ലാത്തതിനാൽ മാതൃസഹോദരിയോടൊപ്പമായിരുന്നു ഷൌഖത്തിന്റെ താമസം. വീട് പണി കഴിഞ്ഞ് വിവാഹം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ ഉദ്യോഗസ്ഥർ നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് ഷൌഖത്ത് ആരോപിക്കുന്നത്. വണ്ടി നിരത്തിലിറക്കാൻ സാധിക്കാതെ വന്നതോടെ വരുമാനം പൂർണ്ണമായി നിലയ്ക്കുകയും വായ്പാ തിരിച്ചടവുകൾ മുടങ്ങി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തു. തന്റെ മരണത്തിന്റെ ഉത്തരവാദി കേരള മോട്ടോർ വാഹനവകുപ്പ് മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തനിക്കൊപ്പം കുടുംബമോ ബന്ധുക്കളോ ഇല്ലാത്തതിനാൽ മരണശേഷമെങ്കിലും നീതി ലഭിക്കാൻ പൊതുസമൂഹം ശബ്ദമുയർത്തണമെന്ന് ഷൌഖത്ത് അഭ്യർത്ഥിച്ചു. പ്രഹസനപരമായ അന്വേഷണത്തിലൂടെ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിഷയം ആഭ്യന്തര വകുപ്പും ഹൈക്കോടതിയും നേരിട്ട് ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ ഏജന്റ് സംവിധാനമാണ് അഴിമതിക്ക് കാരണം. എനിക്ക് ആര് നീതി തരും എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനാഥമായി നായയും ഓട്ടോറിക്ഷയും. മൃഗസ്നേഹിയായ ഷൌഖത്തിനൊപ്പം എപ്പോഴും നായയും പൂച്ചയും ഉണ്ടാകും. ഷൌഖത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ആളുകൾ തിരച്ചിൽ നടത്തുന്നതിനിടെ അദ്ദേഹം വളർത്തുന്ന നായ കുരച്ചുകൊണ്ടാണ് സ്ഥലം കാണിച്ചു നൽകിയത്. മരണം മണത്തറിഞ്ഞ നായ ഏറെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും തിരിച്ച് വീട്ടിലെത്തിച്ചപ്പോഴും ഏറെ ദുഃഖഭാവം അതിന്റെ മുഖത്തുണ്ടായിരുന്നു. പലരും നായയെ വിരട്ടിയോടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. ഉറ്റബന്ധുക്കളാരും ഇല്ലാത്തതിനാൽ ജീവനൊടുക്കാൻ കാരണമായ ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്ത് അനാഥമായി കിടപ്പുണ്ട്. മോട്ടോർ വാഹനവകുപ്പ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി പെർമിറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വന്തം ആവശ്യത്തിനല്ലാതെ അദ്ദേഹം അത് ഓടിച്ചിരുന്നില്ല. തന്റെ അനുഭവം വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചാണ് അദ്ദേഹം യാത്രയായത്.